ഇത് സംബന്ധിച്ച വാർത്തയുമായാണ് നമ്മൾ ഈ 101 അധ്യായം ഇവിടെ ആരംഭിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 87 രാജ്യങ്ങളിൽ നിന്നുള്ള 2400 പ്രദർശകരാണ് മേളയിൽ പങ്കെടുത്തത്. ഇത് സംബന്ധിച്ച വാർത്തയുമായി ഗൾഫ് കവർ സ്റ്റോറി. ദുബായിയുടെ ടൂറിസം മേഖലയ്ക്ക് പുതിയ സാധ്യതകൾ തുറന്നുകാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് 18 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് എന്ന ATMന് ദുബായിൽ തുടക്കമായത്. എന്നാൽ ഇപ്പോൾ തുടർച്ചയായി 19 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇത് ലോക ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേളയായി മാറിയിരിക്കുന്നു. ലോകത്തിലെ പ്രമുഖ ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനികളെ 4 നാൾ മിഡിൽ ഈസ്റ്റിന്റെ ഈ വ്യാപാര തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാണ് ഈ രാജ്യാന്തര മേളയ്ക്ക് പരിസമാപ്തിയായത്. We are hoping for the best for the whole year on this exhibition. If you see one thing that on Dubai stand, we had last year 140 companies. This year we have over 180. That reflects the importance of travel and tourism and how successful the sector is doing at the moment. ഇന്ത്യയുമായി ടൂറിസം മേഖലയിൽ മികച്ച സഹകരണമാണ് പ്രതീക്ഷിക്കുന്നതെന്നും ദുബായ് ടൂറിസം ഡയറക്ടർ ജനറൽ ഖാലിദ് ബിൻ സുലൈം പറഞ്ഞു. ഇതും ഇന്ത്യക്ക് മികച്ച നേട്ടമാകുന്ന ഘടകമാണ്. Again, India is a very good big market for Dubai. We have historic relations with India, but recently for Dubai, India is really put in the list as one of the main markets for Dubai. So we are doing more. We do have a rep office in India. We are doing lots of promotion in India, and we expect more business to come from there. കോടികളുടെ വ്യാപാര കരാറുകൾ, 20,000-ലധികം സന്ദർശകർ, വർദ്ധിച്ച ജനപിന്തുണ, ഈ വർഷം 18 രാജ്യങ്ങളുടെ അധിക പങ്കാളിത്തം, ദുബായ് ടൂറിസത്തിന്റെ ഡെഫിനറ്റ്ലി ദുബായ് എന്ന മികച്ച ബ്രാൻഡിംഗ് തുടങ്ങി നിരവധി സവിശേഷതകളായിരുന്നു ഈ വർഷത്തെ പ്രത്യേകത. ഇന്ത്യ ഉൾപ്പെടെ 87 രാജ്യങ്ങളിൽ നിന്നുള്ള 2400ഓളം ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനികളുടെ സജീവ സാന്നിധ്യം മേളയിൽ ശ്രദ്ധിക്കപ്പെട്ടു. കഴിഞ്ഞ വർഷം 69 രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളാണ് ഉണ്ടായിരുന്നത്. ഓരോ വർഷവും വലിയ പ്രതീക്ഷകളാണ് മേള നൽകുന്നതെന്ന് ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഇപ്രാവശ്യം കേരളത്തിലെ പ്രസൻസ് വളരെ നല്ലതാണ്. ഇന്ത്യയിലെ പ്രസൻസും വളരെ നല്ലതാണ്. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷങ്ങളെക്കാൾ അപേക്ഷിച്ച് നല്ല രീതിയിലാണ് ഇത് ഓർഗനൈസ് ചെയ്തതായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് ഹോട്ടലിയേഴ്സും ടൂർ ഓപ്പറേറ്റേഴ്സും വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ്, ടൂറിസം മിനിസ്റ്റർ സുൽത്താൻ അഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഡയറക്ടർ ഓഫ് ടൂറിസം റാണി ജോർജ് നേതൃത്വത്തിൽ 20-25ഓളം പേര് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ വിസിറ്റേഴ്സായിട്ട് ഒരുപാട് ടൂർ ഓപ്പറേറ്റേഴ്സും ഹോട്ടലിയേഴ്സും വന്നിട്ടുമുണ്ട്. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്ന വിദേശ ടൂറിസ്റ്റുകളിൽ 1-ാം സ്ഥാനം UAE-ക്കാണെന്ന കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലും മേളയിൽ ഉണ്ടായി. ഇന്ത്യ ടൂറിസത്തിന് കൂടുതൽ പ്രതീക്ഷ നൽകിയ വെളിപ്പെടുത്തലായിരുന്നു ഇത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അറബ് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം 7% വർധനയാണ് രേഖപ്പെടുത്തിയത്. ഈ കണക്കുകളും മേളയെ കൂടുതൽ ജനകീയമാക്കുന്നതായിരുന്നു. കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുൽത്താൻ അഹമ്മദാണ് ഈ വർഷത്തെ ഇന്ത്യ സംഘത്തെ നയിച്ചത്. ഇന്ത്യ പവലിയനിൽ കേരള ടൂറിസത്തിന് കീഴിൽ ഈ വർഷം 16 മലയാളി കമ്പനികൾ സംബന്ധിച്ചു. കഴിഞ്ഞ വർഷം ഇത് വെറും 9 കമ്പനികൾ മാത്രമായിരുന്നു. അതിനാൽ ഈ വർഷം മലയാളത്തിന്റെ മുഖമായാണ് കേരള ടൂറിസം മേളയിൽ സജീവ സാന്നിധ്യം അറിയിച്ചത്. എല്ലാ വർഷവും സ്ഥിരമായി കേരള ടൂറിസം ATMൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ കേരള ടൂറിസത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ ഹോട്ടലിയേഴ്സും ടൂർ ഓപ്പറേറ്റേഴ്സും ATMൽ പങ്കെടുക്കുകയാണ്. ഇപ്രാവശ്യം നമുക്ക് കേരള ടൂറിസത്തിൻ്റെ പവലിയനകത്ത് തന്നെ 13 ഡെലിഗേറ്റ്സ് ഉണ്ട് കേരളത്തിൽ നിന്ന്. അതിനു പുറമെ കേരളത്തിൽ നിന്ന് 3 ഡെലിഗേറ്റ്സും കൂടെ ഉണ്ട്. അങ്ങനെ 16 ഡെലിഗേറ്റ്സ് ആണ് കേരളത്തിൽ നിന്ന് ATMൽ ഇപ്രാവശ്യം പങ്കെടുക്കുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം കേരളത്തിലേക്ക് വർദ്ധിച്ചു വരികയാണെന്നും ടൂറിസം സെക്രട്ടറി വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കേരള ടൂറിസം റോഡ് ഷോകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൺട്രി വൈസ് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മാർക്കറ്റ് UK ആൻഡ് യൂറോപ്പാണ്. പക്ഷേ എന്നാൽ അതേസമയം താഴേക്ക് നോക്കുമ്പം സൗദി അറേബ്യ,
മറ്റ് കൺട്രീസും ചെറിയ പ്രസൻസ്, ഒരു സൗദി അറേബ്യ ഒരു 2%, 3%, അതുപോലെ തന്നെ മറ്റ് കൺട്രീസ് ഒരു 2% എന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക, ഇത് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് ഇപ്രാവശ്യം കേരള ടൂറിസം ആദ്യമായിട്ട് ഒരു മിഡിൽ ഈസ്റ്റ് ക്യാമ്പയിൻ ചെയ്യാൻ ആരംഭിച്ചത്. അത് ATM പങ്കെടുക്കുക എന്നത് മാത്രമല്ല, ഇതിന് പുറമെ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഒരു റോഡ് ഷോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ അൽ ജസീറ TV നമ്മളൊരു അറബിക് ആഡ് ക്യാമ്പയിനും ചെയ്യുന്നുണ്ട്. മുൻവർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ എല്ലാ മേഖലയിലും മികച്ച പങ്കാളിത്തമാണ് ലഭിച്ചത്. ദുബായിക്കൊപ്പം ഗൾഫ് മേഖലയുടെ ടൂറിസം രംഗത്ത് പുതിയ പ്രതീക്ഷകൾക്ക് തുടക്കം കുറിക്കാനും പുതിയ സാധ്യതകൾ ചർച്ച ചെയ്യാനും ഈ 19ാമത് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് സാധിച്ചു. സമീപ ഗൾഫ് രാജ്യമായ ഒമാനിലെ ടൂറിസത്തിനും മികച്ച പ്രതികരണമാണ് ഈ മേള സമ്മാനിച്ചത്. I believe ATM it's growing year by year. Especially this year, we could feel that the additional value and the real business. In fact, maybe on the quantity, it's almost the same like last couple of years. But as a quality-wise, we could feel that it's better. Now this is what we are focusing on to promote Oman as a tourism destination, and we believe it will be a growing market. ദുബായ് ടൂറിസത്തിന്റെ മികച്ച പ്രവർത്തനം വഴി ഈ വർഷം മേള മികച്ച പ്രതികരണമാണെന്ന് ഹോട്ടൽ ഗ്രൂപ്പുകളും പ്രതികരിച്ചു. അതിനാൽ ഹോട്ടൽ വ്യവസായത്തിനും വലിയ പ്രതീക്ഷയാണ് ATM നൽകിയത്. ഈ വർഷം ഹോട്ടലുകളിലെത്തുന്ന സന്ദർശകരുടെ എണ്ണം 1 കോടി കവിയുമെന്നാണ് ദുബായ് ടൂറിസം അവകാശപ്പെടുന്നത്. കഴിഞ്ഞ വർഷം 93 ലക്ഷം ടൂറിസ്റ്റുകളാണ് ദുബായിലെത്തിയത്. ഇതും ഈ മേഖലയ്ക്ക് വലിയ നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. ദുബായ് ഗവൺമെൻറ് പുതിയ ഡെസ്റ്റിനേഷൻ മാർക്കറ്റിംഗ്, എസ്പെഷ്യലി ഡെഫിനറ്റ്ലി ദുബായ് എന്നുള്ള പേരിൽ വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഗുണം എല്ലാ കൊല്ലവും നമ്മുടെ ഹോട്ടൽ ഗ്രൂപ്പിന് ഉണ്ടാകാറുണ്ട്. ഇതുപോലെയുള്ള ട്രാവൽ ഷോസ് അതിപ്പോൾ ഇന്ത്യയിലും വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലും കേരള ട്രാവൽ മാർക്ക് എന്ന പേരിലും നടക്കുന്നുണ്ട്. ഈ ഓരോ ഷോയിലൂടെയും പുതിയ ട്രാവൽ പാർട്ട്നേഴ്സിനെ പരിചയപ്പെടാനും അവരുടെ സേവനം പരസ്പരം ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നുണ്ട്. ട്രാവൽ ആൻഡ് ടൂർ ഓപ്പറേറ്റിംഗ് മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാനും അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് വഴികാട്ടിയായെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നു. എല്ലാവർക്കും ഫുൾ ട്രാവൽ റേറ്റിൻ്റെ നല്ല ബെനിഫിറ്റാണ്. പ്രത്യേകിച്ചും ഞങ്ങൾക്ക് ITL who is actually expanding for almost more than 15 branches within the Gulf. Suppliers networking, പുതിയ കസ്റ്റമേഴ്സ്, പുതിയ ഡെസ്റ്റിനേഷൻ, പുതിയ പ്രോഡക്ട്സ് ആണ് ഞങ്ങളുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഈ ട്രാവൽ എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ട. റിസഷൻ സംഭവിച്ച സമയത്ത് തൊട്ടിട്ട് ദുബായ് വാസ് ബെനിഫിറ്റിംഗ്. പ്ലസ് ഇപ്പോൾ ഈ ഒരു ATM ലാസ്റ്റ് ഇയർ തൊട്ടിട്ട് ഒരുപാട് ദുബായിലോട്ടുള്ള മൂവ്മെന്റ് ഒരുപാട് കൂടിയിട്ടുണ്ട് ലാസ്റ്റ് ഇയർ കമ്പയർ ടു പ്രീവിയസ് ഇയേഴ്സ്. ഇതിനിടെ ടൂറിസം മേഖലയിൽ ആഡംബര ജലനൗകകൾക്കും ഇത്തവണ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. പ്രമുഖ കമ്പനികൾ തങ്ങളുടെ പുതിയ മോഡൽ ആഡംബര ബോട്ടുകളെ മേളയിൽ പരിചയപ്പെടുത്തി. ഇത് 208 പാസഞ്ചർ കപ്പാസിറ്റി, വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഫെറീസാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് മിഡിൽ ഈസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഇപ്പോൾ 3 വർഷമായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് സർവീസിൽ. കൂടാതെ വിമാന കമ്പനികൾക്കും മേള മികച്ച അവസരമായി. റോയൽ ജെറ്റ് വിമാന കമ്പനി തങ്ങളുടെ പുതിയ മോഡൽ ആഡംബര ചെറുവിമാനം മേളയിൽ പുറത്തിറക്കിയിരുന്നു. ഇന്ത്യ ടൂറിസത്തിന്റെ രാജ്യാന്തര ബ്രാൻഡായ ഇൻക്രെഡിബിൾ ഇന്ത്യ മാതൃകയിൽ ഡെഫിനറ്റ്ലി ദുബായ് എന്ന മികച്ച ടൂറിസം ബ്രാൻഡിങ്ങിന് തുടക്കം കുറിക്കാനും ഈ വർഷത്തെ മേളയ്ക്ക് സാധിച്ചു. അറബ് രാജ്യങ്ങളിൽ അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചുവരവ് നടത്താൻ ഈ 2012 മേള സഹായകരമായതായി ഇതിനോടനുബന്ധിച്ച് നടന്ന സെമിനാർ വിലയിരുത്തി. ഒപ്പം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സന്ദർശക എണ്ണത്തിൽ 9% വർധനയും രേഖപ്പെടുത്തി. ഇങ്ങനെ വിവിധ രാജ്യങ്ങളിലെ സാംസ്കാരിക കാഴ്ചകളും നൃത്തരൂപങ്ങളും ഈ അറബ് മണ്ണിലെ ട്രാവൽ മാർക്കറ്റിന് മാറ്റുകൂട്ടി. ലോക ടൂറിസം ഭൂപടത്തിൽ ദുബായിയുടെ സ്ഥാനം മികച്ചതെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ടാണ് ഈ മികച്ച മഹാമേളയ്ക്ക് കൊടിയിറങ്ങിയത്. ഇനി ഈ വിഷയത്തിൽ മികച്ച ഫോളോപ്പാണ് ആവശ്യം. വിവാദങ്ങളുടെ കൊടും ചൂടിൽ എന്നും തിളച്ചു മറിയുന്ന രാജ്യമാണ് ഇറാൻ. എന്നാൽ ദുബായിൽ നടന്ന